ഹായ് പ്രിയപ്പെട്ടവരെ, സിസ്ബോസ് മീഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഓർമ്മകളിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അന്നേരം ഞാൻ വെച്ചാൽ ഇത് റോഡൊന്നുമില്ല, ഈ വയലിൽ ചെറിയൊരു വരമ്പായിരുന്നു. ആ വരമ്പ് മുറിച്ച് കടന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവുക. അങ്ങനെ തോടായിരുന്നു, ഈ റോഡിൻ്റെ അപ്പുറത്തെ ഭാഗത്തുള്ള തോടായിരുന്നു. ആ വയൽ മുറിച്ച് കടന്ന് അന്നേരം ഈ കാണുന്ന ഈ റോഡുള്ള അന്നേരം ഇടവഴിയായിരുന്നു. ഇടവഴി എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നല്ല വെള്ളം ഒഴുകുന്നുണ്ടാവും, അങ്ങനത്തെ സ്ഥലമായിരുന്നു. കുറേ വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്, 10-25 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. നമ്മളെ ഇളയമ്മേൻ്റെ വീട്, അതായത് അച്ഛൻ്റെ പെങ്ങളെ വീട്. ഇളയപ്പനയുടെ അറിയത്തിരുന്നുണ്ട്. ഇത് നമ്മളെ ഏട്ടമുമ്പർ ഓറിടുന്ന് പണിയെടുക്കലാത്. എൻ്റെ സൈഡിൽ നിന്ന് തന്നെ, വീടിൻ്റെ സൈഡിൽ നിന്ന് ബാബുവാട്ട ഈ വീടിൻ്റെ അപ്പുറം തന്നെ, കുറച്ചപ്പുറം തന്നെ വേറെ വീട് എടുത്തിട്ടുണ്ട്. പക്ഷെ വീട്ടിലാരുമില്ല, മക്കളെല്ലാം സ്കൂളിലും കോളേജിലെല്ലാം പോയിനി. പിന്നെ ബാബുവാട്ടൻ്റെ ഭാര്യ ഷീബേച്ചി കണ്ണൂർ AKG ഹോസ്പിറ്റലിൽ ഫാർമസിയിലാണ് ജോലി ചെയ്യുന്നത്. പാടെ ആരുമില്ല. അങ്ങനെ ഇവിടെ ഇളയമ്മയില്ല, ഇളയമ്മ തൊഴിലുറപ്പിന് പോയിനി. ഇത് ഇളയപ്പൻ്റെ റേഡിയാണ്, ആകാശവാണിയിലെ പരിപാടിയെല്ലാം കേട്ടിങ്ങനെ ഇരിക്കലേനു. ഇതെല്ലാം നമ്മളെ ഏട്ടമുപ്പുറം മുമ്പ് അരിച്ചാന്ന്, കുറേയെല്ലാം പോയി. അവരെ ചെറുപ്പത്തിലുള്ള കുറേ ഫോട്ടോസ് എല്ലാം ഉണ്ട് ഇടാ. നല്ല രസമുണ്ടായാലും കാണാൻ. ഇത് ഏട്ടമുപ്പറെ മൂത്തമോൻ അർജു, അതിലിപ്പം വലിയ ആളാണ്. ഇത് കുറേ മുന്നേത്തെ ഫോട്ടോന്ന്. ഇത് പണ്ട് ഇവിടെ നാട്ടിൽ അവതരിപ്പിച്ച നാടകത്തിൻ്റെ ഫോട്ടോസാണ്. നല്ലൊരു കലാകാരനാണ് ഏട്ടമൂപ്പർ. ഈ തൊപ്പി വെച്ച ആളാണ് ഏട്ടമൂപ്പർ. ഇവരെല്ലാം കണ്ടിട്ടാണ് പിന്നെ എനിക്കെല്ലാം കലാഭിരുചിയും കലാ താല്പര്യമെല്ലാം ഉള്ളിൽ വന്നത് തന്നെ. അങ്ങനെ പണ്ട് നല്ലൊരു വായനക്കാരനും കൂടിയായിരുന്നു ഏട്ടമൂപ്പർ. ഒരുപാട് പുസ്തകമെല്ലാം വായിക്കുമായിരുന്നു നമ്മൾ ചെറുപ്പത്തിലൂടെ നിൽക്കാൻ വരുമ്പോൾ. അങ്ങനെയാണ് കുറേ ആൽബങ്ങളെല്ലാം ഉണ്ട്. ആൽബമെല്ലാം മറിച്ചൊക്കെ മരണം വിറ്റാണ്. കുറേ പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാർ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഇത് ചേച്ചിമാരുടെ കല്യാണത്തിൻ്റെ പിന്നെ ആൽബമാണ്. ഇതാ ഈ വിളക്കെല്ലാം പിടിച്ചിരിക്കുന്ന എൻ്റെ അമ്മയാണ്. ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാരുടെ രൂപമാറ്റം കാണുമ്പോൾ നല്ല കോമഡി ഉണ്ട്. ഇതെൻ്റെ അച്ഛൻ്റെ അനിയനാണ് പുരുഷോത്തമൻ. ഓറിപ്പം ജീവിച്ചിരിപ്പില്ല, കുറേ വർഷമായി മരണപ്പെട്ടിട്ട്. അങ്ങനെ ഇത് നേരത്തെ കണ്ട ഇളയപ്പൻ, പിന്നെ ഇളയമ്മ. ഇങ്ങനത്തെ അറ്റത്തേക്കുന്നത് രൂകേഷ്, കണ്ണടിപ്പമ്പിലെ മേമേൻ്റെ മോൻ. പിന്നെ കല്യാണ ചക്കൻ പ്രമോദാട്ടൻ, ഷീനേച്ചി, പിന്നെ ചോന്ന വളർത്തിയിട്ട ഞാൻ. പിന്നെ ഇപ്പുറം നിൽക്കുന്നത് കുഞ്ഞി, അതായത് വിജേഷ്, സത്യൻ്റെ അനിയൻ. ഇത് നിഷേച്ചിൻ്റെ സ്കൂളിലെ ഫോട്ടോ ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സത്യൻ, നമ്മളെ വിട്ടുപോയി എന്ന് പറഞ്ഞ സത്യൻ. മികച്ചൊരു കലാകാരനും കൂടിയായിരുന്നു. ചിരട്ടയിൽ, ചേരിയിൽ, തേങ്ങയിലൊക്കെ എന്തൊക്കെയോ ശില്പങ്ങളിൽ അന്നേരം ഉണ്ടാക്കുമായിരുന്നു. പേപ്പറിലെല്ലാം അന്നേരം ന്യൂസെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു വായനക്കാരനും കൂടിയായിരുന്നു. വായനക്കാരൻ ചെറിയ രീതിയിലൊക്കെ എഴുതുകയും ചെയ്യുന്നു. ആ രീതിയിലുള്ള സൗഹൃദം ഞാനിവനായി നല്ല രീതിയിലുണ്ടായിരുന്നു. വേറെ ഒരു കൗതുകകരമായ കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇവരെല്ലാം പണ്ടത്തെ ഫോട്ടോ. എന്താ ഏട്ടമപ്പുറയിലോ രൂപം നല്ല അതിമൊഞ്ചുള്ള ആളാണ് പണ്ടേ. അന്നേരം അവിടെ ഹരിതകർമ്മസേനൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സഞ്ചിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. AD21 എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട് ഇവിടെ. അതിൻ്റെ 2002 വാർഷികാഘോഷത്തിൻ്റെ ഫോട്ടോ ആണിത്. നമ്മളൊരു ഏച്ചീൻ്റെ ഭർത്താവ് ഓട്ടോ ആക്സിഡൻ്റ് ആയിട്ട് വീണിട്ടിങ്ങനെ കുറേയെല്ലാം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. ചാലാടാന്ന് പ്രവീണാട്ടെ. കുറേ ആയി, 1.5 മാസത്തോളമായി ഓറിങ്ങനെ കിടക്കുന്നത്. കണ്ണൂർ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പുറമാണ് ഓട്ടോ വെക്കൽ. അപ്പോൾ ഇത് കണ്ണൂർ ശ്രീഗുരു സ്കൂളിൻ്റെ അടുക്കുന്ന ഒരു കാർ റോങ് വന്നിട്ട് ഇവരെ ഇടിച്ചിട്ടിട്ട് അങ്ങ് പോയി വിട്ടു. വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി.
അതിന്റെ ഉള്ളില് സ്റ്റീൽ കയറ്റിട്ടാന്നില്ല നിലവില്. പിന്നെ കൊറേ കഴിഞ്ഞ രാത്രി ഇത് പൊട്ടൊന്നുണ്ടായില്ലേ, ഇത് ഇവിടെ തുറന്നിട്ട് അതെ അതെ സ്റ്റീലിന്റെ സ്ക്രൂ അടിച്ച സ്റ്റീല് കയറ്റിട്ട് സ്ക്രൂ ചെയ്തതിന്റെ ഒരു ഇതാണ് നമ്മൾ കാണുന്നുണ്ട് സ്ഥലത്ത്. നേരത്തെ നമ്മള് കല്യാണ ആൽബത്തിൽ കണ്ടവരെ മക്കളായതല്ലോ, ഇപ്പൊ അവര് വലിയ ആൾക്കാരായി. പണ്ട് സ്കൂൾ കുട്ടി 2 മാസമുള്ള വീട് തന്നെയാണ് ഉണ്ടാവുക. ഞാനും പങ്ങളല്ലോ ഒരുപാട് ഓർമ്മകൾ തുടിച്ചിരിക്കുന്ന വീടാണിത്. അന്നേരം ഇളയപ്പനെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അതുവരെ കാക്കൊക്കെ വിട്ട് കല്ലിട്ട് പോലെ ചലവലിയാക്കുക. ഇളയപ്പം വരുന്ന കണ്ടാലും ഉണ്ടാണ്ടിക്കും. സത്യന്റെ വീടായത്, സത്യന്റെ കുഞ്ഞിന്റെ എന്ന് പറഞ്ഞാല് ബിജേഷ്, ബാല്യകാല സുഹൃത്തുക്കൾ. ഒരുപാട് സാധനങ്ങൾ തന്നെ, അത് കുറേ ചങ്ങായിമാരിൽ എടുത്തുകൊണ്ട് പോയി, പിന്നെ കുറേ നശിച്ചു പോയി. ഈ റോ ഒത്ത സാധനം ഉണ്ടായിരുന്നു, ഈ റേക്കിൽ മാത്രമല്ലാതെ നിലത്തിൽ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. നമ്മളെ സത്യന്റെയും കുഞ്ഞിന്റെ എല്ലാം അച്ഛനാണ് നമ്മളെ വിന്ദേച്ചി. നേരത്തെ പറഞ്ഞ സത്യന്റെയും കുഞ്ഞിന്റെ എല്ലാം ഏച്ചിയാണ്. മോനെക്കൂട്ട് അംഗൻവാടി പോയിട്ട് വരുന്നതാണ്. ടാറ്റ ടാറ്റ ടാറ്റ. കൊറേ ആൾ അംഗൻവാടിയും കൂട്ടി ഇങ്ങനെ പോകുന്നതാണ്. നമ്മളെ കുഞ്ഞുമോൻ വന്നിട്ടുണ്ട്, അംഗൻവാടി വിട്ട് വന്നിട്ടുണ്ട്. ടാറ്റാറി ടാറ്റാറി. എൻ്റെ ചേച്ചിന്റെ ഭർത്താവും കുട്ടിയാണ്. ഇവരെ മൂത്തമ്മ സ്കൂളിൽ പോയിട്ടാണുള്ളത്. നമ്മളെ പണ്ട് സ്കൂളിലെല്ലാം ചെറുപ്പത്തിൽ ഒന്നിച്ച് ഇങ്ങ് നടന്നിട്ട് മയിലേക്കെല്ലാം പോകുന്നതാണ്. ഇപ്പൊ അപൂർവമായിട്ട് ഇങ്ങോട്ടെല്ലാം വരവില്ലു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാന്ന്. ഗൃഹാതുരത്വം തുളുമ്പുന്ന ഒരുപാട് ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അന്നേരം ഞങ്ങൾക്ക് വായിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അന്നേരം ഏച്ചിമാർ ഇടുന്നല്ലോ ബാലരവ, ബാലമംഗളം, ബാലഭൂമിയെല്ലാം തപ്പിക്കൊണ്ടുവരും. ചവരനെ കളിയാക്കും, ചെക്കൻ എന്തൊരു വായനപ്രാന്താന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ ആദ്യത്തെ നോവലിലേക്ക് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ ഷോർട്ട് വഴിയിലൂടെ വന്ന് ആശിൻ്റെ സ്കൂൾ എത്താനായി. ആശിൻ്റെ സ്കൂള് ആശി ഒളിച്ചിരിക്കുന്നുണ്ട്. ആശി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.